അങ്ങനെ ആ കിസിന് ശേഷം ഇവളും ചെറിയ അകലം പാലിക്കുമ്പം അവനാണ് ഇവൾക്ക് തിരിച്ച് ഇവനോട് ഇഷ്ടമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇഷ്ടമില്ലാത്തോണ്ടൊന്നല്ല, അവൾക്ക് എന്തായാലും തിരിച്ചവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയും. അങ്ങനെ അവൾക്കൊരു അച്ഛൻ കാത്തിരിപ്പുണ്ട്. അതേപോലെ ഇവൾ ആഗ്രഹിച്ച ജോലി വിട്ടുകളഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം ഇതേക്കുന്ന രാജാവും ഇവളുടെ അവസ്ഥ അവന് മനസ്സിലാണെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇവിടെ നിന്ന് പോകുവാണ് തീർച്ചയായിട്ടും പോവാം, പക്ഷെ പിന്നീട് ഇതേപോലെ അവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവളാണെ കുറച്ച് സങ്കടത്തി അവൾക്ക് വരണം തോന്നിയാലും ഇവൾക്ക് വരാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പം ഇതേക്കുന്ന അവനും അങ്ങനെ ഒരു അവസ്ഥ വരുവാണ് എങ്കിൽ പിന്നെ ഇവളെ കണ്ടെത്തി അവൻ തന്നെ വരും എന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ അവൾക്കാണ് ഇവിടുന്ന് പോകാനും മനസ്സരത്തില്ല, കാരണം രണ്ടുപേരും ഇവ പരസ്പരം ഇഷ്ടത്തിലായി. അതിനുശേഷം റൂമിലേക്ക് ചെന്നിട്ട് രാജാവാണ് അവൻ എഴുതുന്ന ബുക്കിനകത്ത് ഇവൾ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ഡിഷിന്റെയും പേരും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എഴുതി വെച്ച് കാണും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം രാജാവിന്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എല്ലാരും കൂടെ അവിടേക്കൊന്ന് ഇവർക്ക് ആശംസകളൊക്കെ പറഞ്ഞിട്ട് പോകും. അതേസമയം തന്നെ ഇവിടെ രാജാവും അമ്മൂമ്മയ്ക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവൻ ആ മാസ്ക് ഇട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിരിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടുപോയി ജിയോങ് ചെന്ന് സെർവ് ചെയ്യുമ്പോഴാണ് അവർക്ക് എല്ലാവർക്കും ആഹാരം ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ അതുകൊണ്ട് അമ്മമ്മയ്ക്കും ഈ ആഹാരം ഇഷ്ടപ്പെട്ടത് അവൾക്ക് സന്തോഷമുള്ളു. അങ്ങനെ അതിനുശേഷം അവിടേക്കൊന്ന് രണ്ടുപേരും മാസ്ക് ഇട്ട് ഡാൻസ് കളിക്കുമ്പോഴാണ് ഇവർക്കാർക്കും ആ മാസ്കിന്റെ പുറമുള്ളത് ആരാന്ന് അറിയത്തില്ല. പക്ഷെ ജിയോങ്ങിന് മനസ്സിലായി ഒന്നാ ഗൊങ്കിലും ഇതിനെ കൂടെ ഉള്ളത് നമ്മുടെ രാജാവാണെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷത്തി ഇവന്റെ ഡാൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവസാനം ആ മാസ്കിന്റെ പുറമുള്ള രാജാവെന്ന് അറിഞ്ഞ് അവന്റെ അമ്മമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഈ ഒരു സമയത്താണ് ആ പ്രിൻസ് ജീസാൻ സെറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ രാജാവിന്റെ അമ്മയെ കുറിച്ചുള്ള സത്യം അറിയിപ്പിക്കാൻ വേണ്ടി അങ്ങേര് ഒരു ബോക്സ് ആയിട്ട് അവിടേക്ക് വരും. അങ്ങനെ ഇത് കാണുന്ന രാജാവിന് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇവ മരിച്ചെന്നറിഞ്ഞിരുന്നിട്ട് ഇവൻ എങ്ങനെ ഇപ്പൊ ജീവനോടെന്നു. അതുകൊണ്ട് അവനൊന്നും മനസ്സിലാവാതൊക്കെ ഇരിക്കുമ്പം അതേസമയം അയാളും രാജാവിന്റെ അമ്മ മരിക്കുള്ള എല്ലാ വിവരവും ഇതിനകത്തുണ്ടെന്നറിഞ്ഞ് ഇപ്പൊ അവന്റെ അടുത്ത് ഏൽപ്പിക്കുമ്പം ഇവിടെ ജിയോങ് ആണെ മൊത്തത്തിൽ കണ്ട് പേടിച്ചു പോകും. കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം അവന്റെ ദേഷ്യം മൊത്തത്തിൽ കൺട്രോൾ ഇല്ലാതെ പോയി അവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാരും കൊന്നു തീർക്കും. അതുകൊണ്ട് അതോർത്ത് അവളിങ്ങനെയൊക്കെ പേടിച്ചിരിക്കുമ്പം അതേസമയം തന്നെ അവന്റെ അമ്മയുടെ അമ്മയും അവിടേക്ക് വയ്യാതെ അവസ്ഥ വന്ന് നിൽക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് രാജാവിന്റെ അമ്മമ്മയ്ക്ക് മൊത്തത്തിൽ വെപ്രാളാവും. കാരണം രാജാവിന്റെ അമ്മ മരിക്കുള്ള കാരണം ഇവരാണ്. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് അവരിങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവിടെ പ്രിൻസ് ജീസാനും അവന്റെ ആൾക്കാരെല്ലാരും കൂടെ സന്തോഷത്തിൽ അവര് കാത്തിരുന്ന സമയത്തിന് വേണ്ടി ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം രാജാവും ആ ഡോക്യുമെന്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഇവൻ സത്യം അറിയാൻ വരുന്ന ഇവന്റെ അമ്മ മരിക്കുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന കുറെ മന്ത്രിമാരും കുറെ ആൾക്കാരെല്ലാം ചേർന്നാണ് അവന്റെ അമ്മയ്ക്കെതിരെ പെറ്റീഷൻ ഇട്ട് അവരെ കൊന്ന. കാരണം അവർക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് ഇവരൊക്കെ കള്ളം പറഞ്ഞ് റാണിയുടെ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അവരോടുള്ള അസൂയ കാരണം ഇവരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ രാജാവിന്റെ അമ്മുമ്മയും ഇതൊക്കെ വിശ്വസിച്ച് ഇവർക്ക് കൂട്ടുനിന്ന് രാജാവിന്റെ കൈ കൊണ്ട് തന്നെ വിഷം കൊടുത്ത് റാണിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ ഇതൊക്കെ അറിയാൻ വരുന്ന ഇപ്പൊ ഇവനാണ് ഭയങ്കര ദേഷ്യത്തി ഇവരെല്ലാം ഇപ്പൊ തന്നെ അവൻ പ്രതികാരം ചെയ്യാൻ പോവാന്നറിഞ്ഞ് അവന്റെ വാളെടുത്ത് ഫ്രണ്ടിലേക്ക് വരുമ്പം എല്ലാരും കൂടെ പേടിച്ച് സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിയോങ് അവനെ ചെന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ എടുത്ത് ചാടല്ലേന്ന് പറഞ്ഞ് അവൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അറിയാന്നുണ്ട് ഇവനെ തടഞ്ഞു നിർത്തും. കാരണം ഇപ്പൊ ഇവനെ വെറുതെ വിടുവാണ് ഇവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാരും കൊന്നിട്ട് അവന് ഭ്രാന്തായിന്ന് ആ പ്രിൻസ് ജീസാൻ അവന്റെ രാജാവിന്റെ സ്ഥാനം തട്ടിപ്പറിക്കും. അങ്ങനെ അതുകൊണ്ട് ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി അവള് തടഞ്ഞു നോക്കുമ്പം ഇപ്പൊ അവനുള്ള ദേഷ്യത്തി ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ അവള് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇതൊക്കെ കാണുന്ന മൊക്ചോയ്ക്കും ജീസാൻ എല്ലാം കൂടെ ഭയങ്കര സന്തോഷമാണ്. അതേസമയം ജിയോങ് രാജാവിന് ഇപ്പൊ എങ്ങനെ തടഞ്ഞിർത്തുന്ന അറിയാതെ അവൾ ഇവനെ സ്നേഹിക്കുവാന്ന് ഇപ്പൊ എല്ലാവരുടെ ഫ്രണ്ടും പറഞ്ഞിട്ട് അവനെ തടഞ്ഞിർത്താൻ നോക്കുമ്പം അപ്പോഴും അവൻ എന്തായാലും അവന്റെ അമ്മയ്ക്ക് നടന്ന ദ്രോഹമെല്ലാം അറിഞ്ഞിട്ട് അവനെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് പേടിച്ച് അവളാണ് ഇവൻ എങ്ങനെയൊക്കെ തടഞ്ഞിർത്തണം പറഞ്ഞ് മറ്റു വയസ്സായ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇവർക്ക് ബോധം വന്നാലേ രാജാവിനെ തടഞ്ഞിർത്താൻ പറ്റത്തുള്ളെന്ന് അവളുടെ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ഇത് കഴിച്ച് എങ്ങനെയൊക്കെ ഇവരെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അവൾ വിശ്വസിച്ചിരിക്കുമ്പം ഇവിടെ രാജാവാണ് ഭയങ്കര ദേഷ്യത്തി അവന്റെ അമ്മമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കും അവന്റെ അമ്മ മരിക്കാനുള്ള കാരണത്തിൽ ഇവർക്കും പങ്കുണ്ടെന്ന് വിചാരിച്ചുള്ളു, പക്ഷെ ഇവർ തന്നെ എല്ലാത്തിന്റെ പുറയിലെന്ന് അവൻ ഇപ്പോഴും അറിഞ്ഞെന്ന് പറയും. അതുകൊണ്ട് അവന് വാളും കൊണ്ട് അവരുടെ തല വെട്ടിക്കളയാൻ വേണ്ടി പോകുമ്പം ആ സമയം തന്നെ അവർക്കാണ് ബോധം വന്നിട്ട് രാജാവിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയും. ഇവരെ പോലെയൊന്നും അക്രമം കാണിക്കാതെ അവരുടെ മകൻ സമാധാനത്തിൽ ഒരു നല്ല രാജ്യത്തിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവരുടെ ഭർത്താവിനെ പോലെ ആൾക്കാരെ കൊന്ന ഒരു ദുഷ്ടനായിട്ടുള്ള രാജാവായിട്ടിരിക്കാതെ അവരുടെ മകൻ ഒരു നല്ല രാജാവായിട്ടിരിക്കും എന്നൊക്കെ ആ പറഞ്ഞ വാക്കുകൾ കേട്ട് ഇപ്പൊ ഇവന് സമാധാനായി അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവന്റെ ദേഷ്യമെല്ലാം ഇല്ലാതാക്കും. അപ്പോഴാണ് ഇതൊക്കെ കാണുന്ന ജീസാൻ അവന്റെ ആൾക്കാർക്കെല്ലാം കൂടെ മൊത്തത്തിൽ പ്ലാൻ ഫ്ലോപ്പ് ആയെന്ന് അവർക്കെല്ലാം ഷോക്കാകും. കാരണം രാജാവിന് ഭ്രാന്ത് പിടിച്ച അവനെ ആരെ കൊണ്ട് തടഞ്ഞിർത്താൻ പറ്റത്തില്ലെന്ന ഇവരൊക്കെ വിചാരിച്ച്. പക്ഷെ അവന്റെ അമ്മയുടെ വാക്കുകൾ ഇപ്പൊ അവനെ സമാധാനപ്പെടുത്തി. അതിനുശേഷം അവനും കരഞ്ഞോണ്ട് അവന്റെ അച്ഛൻ ഇത്രമാത്രം ക്രൂരത ചെയ്തിട്ട് അവനെ കൊണ്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനോട് വിഷമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം എല്ലാരും കൂടെ രാജാവിനെ ചെന്ന് സമ്മാനപ്പെടുത്താൻ വേണ്ടി പുറയിലേക്ക് ചെല്ലുമ്പം അവനാണ് ഇപ്പൊ ആരും പുറകെ വരണമെന്ന് പറഞ്ഞ് അവരെല്ലാം പറഞ്ഞേക്കും. പക്ഷെ ജിയോ മാത്രം അവന്റെ കൂടെ തന്നെ കാണും. അതിനുശേഷം അവൻ അവിടെയുള്ള മരമൊക്കെ കണ്ടിട്ട് പണ്ട് ഇവന്റെ അമ്മയായിട്ടുള്ള ആ സമയമൊക്കെ ആലോചിച്ച് നോക്കി വിഷമിച്ചിരിക്കും. എന്നിട്ട് അവനും കുറച്ച് സമാധാനമായിട്ട്
പറഞ്ഞിട്ട് ഇപ്പൊ ഇവളോട് അവന്റെ അമ്മയെ കൊന്നതിന് അവന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഇവൻ കുറെ കാലം ആഗ്രഹിച്ചിരുന്നെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ സത്യം അറിഞ്ഞതിന് ശേഷം അവനിപ്പോ പ്രതികാരം പോലും ചെയ്യാൻ തോന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവന്റെ അച്ഛനെ പോലെ ഹാരിനെ കൊല്ലത്തില്ലെന്ന് തീരുമാനിക്കും. അങ്ങനെ ഇത് കേൾക്കുന്ന അവളാണ് ഭാഗ്യത്തിന് ഇവന്റെ വിധി മാറ്റിയെന്ന് പറഞ്ഞ് അവൾക്ക് ആശ്വാസമാകും. പക്ഷെ ഇവിടെ ജീസാനാണ് രാജാവിന്റെ ദേഷ്യമെല്ലാം കുറച്ചത് ആ ജിയോങ് എന്ന് മനസ്സിലാക്കി അവൾ ഇന്ന് രാത്രി തന്നെ തീർത്തളയാൻ വേണ്ടി അയാൾ തീരുമാനിക്കും. അപ്പോഴാണ് ഇതെല്ലാം ആ ചീഫ് സെക്രട്ടറിയാണ് പതുങ്ങി കേൾക്കുന്നത്. പക്ഷെ ഇത് കാണുന്ന ഇവരുടെ ആൾക്കാരെല്ലാം കൂടെ ഇവൻ അറിഞ്ഞ രാജാവ് അറിയുന്നറിഞ്ഞ് അവനടിച്ച് ബോധമില്ലാതാക്കും. അതിനുശേഷം അന്ന് രാത്രി രാജാവിന്റെ അമ്മയെ അങ്ങനെ കൊന്നതി ഇവിടെ അമ്മമ്മയും കുറച്ച് കുറ്റബോധത്തിലൊക്കെ ഇരിക്കുമ്പം ഇതേ സമയം തന്നെ ആ ജീസാന്റെ ആൾക്കാരെല്ലാരും കൂടെ ജിയോങ്ങിനെ കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ആ ഒരു സമയത്താണ് ഗോങ്കിൽ അവിടേക്കൊന്ന് അവളെ രക്ഷിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ആ ജീസാൻ രാജാവിന് ലെറ്റർ അയച്ചു കൊടുത്ത് ആ ചീഫ് സെക്രട്ടറി ഇതുപോലെ കാണിച്ചേക്കും. കാരണം അയാളുടെ കയ്യിലാണ് ഇപ്പൊ സെക്രട്ടറി ഉള്ളത്. അതുകൊണ്ട് അവൻ എഴുതിയ പോലെ രാജാവിന് ആദ്യം കൊല്ലാൻ നോക്കിയതൊക്കെ ആരാന്ന് ഇവൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഫോറസ്റ്റിലേക്ക് വരാൻ പറയുമ്പം ഇത് വിശ്വസിച്ച് രാജാവ് സെക്രട്ടറിയെ വിളിച്ചെന്ന് പറഞ്ഞ് അവനെ അന്ന് കൊല്ലാൻ നോക്കിയവനെ വെറുതെ വിടലെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവന്റെ ആൾക്കാരായിട്ട് ഫോറസ്റ്റിലേക്ക് ചെല്ലും. അങ്ങനെ രാജാവും ജിയോങ് കൂടെ ചാകുമെന്ന് വിചാരിച്ച് ഇവിടെ ജീസാനും രാജാവിനെ പോലെ തന്നെ വേഷമിട്ട് നേരെ അമ്മൂമ്മയുടെ മുറിയിലേക്ക് ചെല്ലും. അങ്ങനെ ഇത് കണ്ട് അവരാണ് രാജാവ് ഇവരെ ഇപ്പൊ കൊല്ലാൻ വന്നെന്ന് പേടിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ മാസ്ക് ഒരു ജീസാനാണ്, രാജാവല്ല, അവനെ കൊല്ലാമോന്ന് പറഞ്ഞ് അവന് അമ്മുമ്മയെ അപ്പത്തന്നെ വെട്ടിക്കൊല്ലും. കാരണം ഇതൊക്കെ ചെയ്ത ഇനി രാജാവാന്ന് പറഞ്ഞ് ഇവൻ രാജാവാകാൻ ഇപ്പൊ തീരുമാനിച്ച്. ഇതേ സമയം രാജാവും ഈ ജീസാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു ചെന്നറിയാതെ സെക്രട്ടറി പറഞ്ഞാന്ന് വിശ്വസിച്ച് ഫോറസ്റ്റിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ചീഫ് സെക്രട്ടറി കെട്ടിട്ടേ എന്ന് കാണാൻ വരുന്നത്. അതുകൊണ്ട് രാജാവും പേടിച്ചിട്ട് ഇത് ഇവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവന് ചോദിച്ചു മനസ്സിലാക്കുമ്പോ തന്നെ സെക്രട്ടറിയാണ് ഇത് രാജാവിന് വെച്ചൊരു ട്രാപ്പാന്ന് പറഞ്ഞ് അവൻ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ വിടാൻ തയ്യാറാകും. അപ്പോഴാണ് പുറയുന്ന ഒരാൾ അമ്പ് ചെയ്ത് രാജാവിനെ കൊല്ലാൻ നോക്കുമ്പോൾ ഇവൻ രാജാവിനെ പിടിച്ച് മാറ്റിയിട്ട് അവൻ സ്വയം മരിച്ചു പോകും. അങ്ങനെ അതുകൊണ്ട് രാജാവിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ കത്തി മരിച്ചു പോകും. ഇത് കാണുന്ന അവനും ഭയങ്കര ഷോക്കായിരിക്കും. എന്നിട്ട് ഇവിടെ ഗോങ്കിലും ജിയോങ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പോകാൻ നോക്കുമ്പോൾ ആ ജീസാന്റെ ആൾക്കാർ ആ കൊട്ടാരം മൊത്തത്തിൽ അങ്ങ് ചുറ്റും. അങ്ങനെ അതുകൊണ്ട് അവർക്കെതിരായിട്ട് ഇവന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവരെല്ലാരും കൂടെ ഇവനെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ ഇതേ സമയം തന്നെ രാജാവിന്റെ ആൾക്കാരായിട്ടും ആ ജീസാന്റെ ആൾക്കാരായിട്ടും ആ ഫോറസ്റ്റ് ഫൈറ്റ് നടക്കുക. അങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവിടെ ഗോങ്കിലും അവന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഇവരൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്ത് ജിയോങ്ങിനെ വിളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങ് പോകും. പക്ഷെ അവൾക്കാണ് ഇപ്പൊ രാജാവ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിഷമിക്കുക. അതുകൊണ്ട് അവനെ കാണണം എന്ന് പറഞ്ഞിരിക്കുമ്പം ഇവിടെ ഗോങ്കിലും രാജാവ് സുരക്ഷയായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് രാജാവ് ഇവളോർത്ത് വിഷമിക്കണ്ടെങ്കിൽ ഇവന്റെ കൂടെ ഇപ്പം സുരക്ഷയായിട്ട് വരണം എന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ കൊട്ടാരത്തിന്റെ പുറത്ത് ഇങ്ങനെ യുദ്ധമൊക്കെ നടക്കുന്ന മനസ്സിലാക്കി അകത്ത് രാജാവിന്റെ രണ്ടാമത്തെ അമ്മയും മകനുമായിട്ട് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഒരു വാളുമായിട്ട് ജീസാൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവരെയും കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞ് അവര് പേടിച്ചിരിക്കുമ്പം ഈ ജീസാനാണ് രാജാവ് ഭ്രാന്ത് പിടിച്ച് എല്ലാരും കൊന്നെന്നറിഞ്ഞ് ഇയാൾ ചെയ്ത കാര്യമെല്ലാം രാജാവ് ചെയ്തായിട്ട് പറയും. അങ്ങനെ അതുകൊണ്ട് അടുത്ത രാജാവായിട്ട് ഇനി ഇവനെ വേണം ആക്കണ്ടേന്ന് പറഞ്ഞ് ഇപ്പൊ ജീസാൻ പറയും. കാരണം ഇവൻ ഇപ്പൊ രാജാവാക്കുവാണ്, വെറും പേരിന് മാത്രം രാജാവാക്കിയിട്ട് എല്ലാ തീരുമാനം ജീസാൻ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പൊ രാജാവാക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവർക്കും അത് സമ്മതമില്ലെങ്കിലും അവരും വിഷമിച്ചോണ്ട് എന്തായാലും ആചാരം അനുസരിച്ച് ഇതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളെന്ന് അവർക്കും ഒരു പേടിയൊക്കെ കാണും. അങ്ങനെ ഈ സമയം ഇവിടെ രാജാവിനെ കാണിക്കുമ്പം അവിടെ മൊത്തത്തിൽ ഫൈറ്റായി അവനാണ് ഇപ്പൊ ബോധമില്ലാത്ത അവസ്ഥയെ കിടക്കുക. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ജീസാനാണ് അവൻ ആഗ്രഹിച്ച പോലെ ഇനി രാജ്യം അവന്റെ കൺട്രോളിലാന്ന് പറഞ്ഞ് നാട്ടുകാർക്കെല്ലാം രാജാവ് ഭ്രാന്തനായി അവന്റെ സ്വന്തം അമ്മുമ്മയും കൂടെയുള്ള മന്ത്രിമാരൊക്കെ കൊന്നെന്നറിഞ്ഞ് ആ കാര്യം പാട്ടാക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന്റെ ആൾക്കാരുള്ള കൂട്ടത്തിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അങ്ങ് പാട്ടാക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത രാജാവായിട്ട് അവന്റെ അനിയനെ പ്രഖ്യാപിക്കുമ്പം ജീസാന് സന്തോഷത്തി രാജാവിന്റെ മുറിയിലേക്ക് വന്നിട്ട് ഇനി തൊട്ട് ഈ കസേര അവന്റെയാന്ന് പറഞ്ഞ് അവന് ഗമയിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ദിവസം വരാൻ വേണ്ടി ഇവന്റെ കൂടെ കൂട്ടുന്നതിന് എല്ലാവർക്കും കടപ്പാടായിട്ട് ഇവൻ തിരിച്ച് ചെയ്യുമെന്ന് പറയുമ്പം അതേസമയം മൊക്ജോ ആണ് രാജാവിനെയും ആ ചീഫ് കുക്കും മരിച്ചായിട്ട് ഇതുവരെ കണ്ടെത്തില്ല. അതുകൊണ്ട് അവർ ജീവനോടുണ്ടെങ്കിൽ എന്തായാലും പ്രശ്നം വരത്തില്ലെന്ന് ഇവൾ വയ്ക്കുമ്പം ആ ജീസാനാണ് അവർ ജീവനോടുണ്ടെങ്കിലും ഇനി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവന് സമാധാനത്തിരിക്കും. കാരണം ഇവൻ വിചാരിച്ച പോലെ തന്നെ ഇപ്പൊ എല്ലാം നടന്നു കഴിഞ്ഞ്. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും ആ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. അതേസമയം ഇവിടെ ജിയോങ് ആണ് അവൾക്ക് രാജാവിനെ കാണണം എന്നറിഞ്ഞ് അവള് പുറത്തേക്ക് ചെന്ന് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുമ്പം ഗോങ്കിലാണ് അതൊന്നും സേഫ് അല്ലെന്ന് പറഞ്ഞ് ഇവളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെന്ന് നോക്കിയിട്ട് വരാൻ പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളും എങ്കിൽ പിന്നെ രാജാവിനെ കണ്ടുമുട്ടുവാണ് ഇവളെ നീ കീച്ചൈൻ കൊടുത്ത രാജാവ് സമാധാനാന്ന് പറഞ്ഞ് ഇവള് ജീവനോടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അതിപ്പോ ഇവന്റെ കൊടുത്തയക്കും. അതേസമയം ഇവിടെ കിച്ചനി എല്ലാരും കൂടെ ജിയോങ്ങിനോർത്ത് പേടിച്ചിരിക്കുക. കാരണം കുറെ പേര് ഇന്നലെ മരിച്ചുപോയി. അതുകൊണ്ട് ജിയോങ് ഇവിടെ ഇല്ലാത്തോണ്ട് അവൾക്കെല്ലാം പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാരും
പേടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഗിൽഗുമും അവൾ എപ്പോഴും പറയുന്ന പോലെ ഫ്യൂച്ചർ തന്നെ പോയായിരുന്നെങ്കിൽ അത് തന്നെ മതിയെന്ന് ഇവളും പറയുമ്പം ഇദ്ദേഹം എല്ലാവരും കൂടെ എന്ത് ഫ്യൂച്ചർ എന്നറിഞ്ഞ് അവർക്കാർക്ക് ഇപ്പോഴും വിശ്വാസം കാണത്തില്ല. അപ്പോഴാണ് ഗിൽഗുമും അവൾ ഫ്യൂച്ചർ എന്നാ വന്നേന്ന് പറഞ്ഞ് ഇവരോടൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന ഗോങ്കിലാണ് ഇതെല്ലാം കേട്ടിട്ട് അവൾ സുരക്ഷയായിട്ടുണ്ടെന്ന് ഇവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തും. അങ്ങനെ അന്ന് രാത്രി ഇവിടെ ജീസന്റെ ആൾക്കാരും രാജാവ് മരിച്ചോ ഇല്ലെന്നറിയാൻ വേണ്ടി ഇവരെ കണ്ടെത്താൻ നോക്കുമ്പോഴാണ് ആ സമയത്ത് ഇവരെ കാണാൻ വേണ്ടി രാജാവ് തന്നെ അവിടേക്ക് വരും. അങ്ങനെ അതുകൊണ്ട് ജീസാന്റെ ആൾക്കാരെല്ലാരും കൂടെ അവനിങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന ജീസാനാണ് ഇവൻ വരും എന്നുള്ള കാര്യം അവൻ അറിയായിരുന്നു പറയും. അപ്പോഴാണ് രാജാവും ഇവന്റെ കൂടെയുള്ള മൊക്ചുവിനെ കണ്ടിട്ട് അവൻ മൊക്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് പറയും. കാരണം ഇവൾ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജീസാന് കൂട്ടിരിക്കുമെന്ന് അവൻ ഒട്ടും തന്നെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവനിപ്പോ മൊത്തത്തിൽ തകർന്നുപോയി. ആ ജീസാന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇവന് ഭയങ്കര ദേഷ്യത്തി ഇവന്റെ അമ്മമ്മയും ബാക്കിയുള്ളവരൊക്കെ എന്തിനാ വെറുതെ കൊന്നേം ചോദിക്കും. അപ്പോഴാണ് ആ ജീസാനും ഇവന്റെ അമ്മയ്ക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവ സഹായിച്ചതിലേ ഉള്ളെന്നറിഞ്ഞ് ഇവന് നന്ദിയാ പറയേണ്ടതെന്ന് പറയുമ്പം അവനാണ് അതൊക്കെ ചെയ്യുന്ന തെറ്റാന്ന് അവ മനസ്സിലാക്കിയെടുത്തെന്ന് പറയും. അതുകൊണ്ട് ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ഇവിടെ ആർക്കും ഇല്ലെന്ന് പറയുമ്പം ഇത് കേട്ട ജീസാനാണ് പുച്ഛിച്ചിട്ട് പറയുന്ന കേട്ട ഇവൻ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത പോലെ ആണല്ലോ എന്നറിഞ്ഞ് ഇതിനുമുമ്പ് ഇവന്റെ അമ്മയ്ക്ക് നടന്ന ആക്രമണത്തിന് വേണ്ടി ഇവൻ തന്നെ കുറെ ആൾക്കാരെ കൊന്നിട്ടില്ലെന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. കാരണം ജിയോങ് ഇവനെ കണ്ടുമുട്ടിന് മുമ്പേ തന്നെ ഈ ജീസാനും മൊക്ചുവും കൂടെ അവന്റെ അമ്മയുടെ മരണത്തിനെ കുറിച്ച് പറഞ്ഞ് അവനെ ഫുള്ളും ഒരു പ്രാന്തൊഴിച്ച അവസ്ഥയിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന. അങ്ങനെ അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്ത് നോക്കിയിട്ട് അവൻ ചെയ്തൊക്കെ തെറ്റാന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിന്റെ ഒരു ശിക്ഷയായിട്ട് തന്നെ ഇവനെല്ലാം സമ്മതിക്കുമെന്ന് പറഞ്ഞ് ഇനിയെങ്കിലും ഇവന്റെ അനിയന്റെയും കൂടെ നിന്ന് ചതിക്കാതെ അവനെ നല്ലോണം നോക്കിക്കോളാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട ജീസാനാണ് ഇവന്റെ അനിയനെ ഒന്നും ചെയ്യത്തില്ല, അവനെ യൂസ് ചെയ്ത് ഇയാൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കത്തുള്ളെന്ന് പറയും. കൂടാതെ ഇവിടെ മരിച്ചതിന്റെ എല്ലാ കാരണവും ഇവനാന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ട് രാജാവായിട്ട് ജീവിച്ച് ഇവനെ നാളെ നാട് കടത്താൻ പോകാൻ പറയും. അതിനെ ഇവനെ പിടിച്ച് ജയിലിലാക്കുമ്പം അവനും ജിയോങ്ങിനെ കുറിച്ച് ആലോചിച്ചോണ്ട് അവൻ എഴുതിയ ബുക്കിനകത്ത് ഇപ്പൊ ഫ്രണ്ട് പേജ് എഴുതും ഒരു ഷെപ്പേഡിലും ഇവളിത് വായിക്കുവാണ് അവൾ ഇവന്റെ അടുത്തേക്ക് തന്നെ വരണമെന്ന്. അങ്ങനെ ഈ ഒരു വാക്ക് വായിച്ചിട്ടാണ് അവൾ അന്ന് ഫ്ലൈറ്റ് ഇരുന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ കൊന്ന്. അതുകൊണ്ട് ഈ ബുക്ക് കൊണ്ട് ഇന്ന് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവിടെ രാജാവിനെ കുറിച്ച് തിരക്കിയിട്ട് ഗോങ്കയിൽ അവളോട് പറയാൻ വേണ്ടി വരുമ്പം അതിനുമ്പേ തന്നെ അവളും രാജാവ് ഇപ്പൊ ജയിൽ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവനോട് തന്നെ ഇരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായിട്ട് പറഞ്ഞ പോലെ ഇവൾ ഫ്യൂച്ചറിന് വന്നതായിട്ടല്ലേ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതെന്ന്. എങ്കിൽ പിന്നെ അടുത്തായിട്ട് എന്തോ സംഭവിക്കുമോന്ന് ചോദിക്കുമ്പം ഇവൾ അതോർത്ത് പേടിച്ചിരിക്കും. കാരണം അടുത്തായിട്ട് രാജാവിനെ അവരൊക്കെ കൊല്ലാൻ പോവുക. അതുകൊണ്ട് അവൻ മരിക്കില്ലെന്നോർത്ത് ഇവളാണ് ഇപ്പൊ ഗോങ്കിലിനോട് സഹായം ചോദിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇപ്പൊ രാജാവിനെ ഇവിടുന്ന് നാട് കടത്തുമ്പോഴാണ് അവിടുത്തെ ജനങ്ങളെല്ലാം ഇവനെ കുറിച്ച് പറഞ്ഞത് സത്യം എന്ന് വിചാരിച്ച് എല്ലാരും കല്ലൊക്കെ എടുത്തെറിഞ്ഞ് അവനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം കേട്ട് അവൻ സഹിച്ചോണ്ട് അവൻ ജിയോങ്ങിനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ ജീസാന്റെ ആൾക്കാര് ഇവനെ നാട് കടത്തുന്ന വഴിക്ക് തന്നെ വെട്ടിക്കൊല്ലാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഗ്രാമത്തിൽ കൂടെ ഒക്കെ ഇവർ വിളിച്ചോണ്ട് പോകുമ്പം ആ കൂട്ടത്തിന്റെ ഇടെ ഇവനാണ് ജിയോങ്ങിനെ കണ്ടിട്ട് അവൻ പേടിച്ച് ഇവളെന്തിന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇവൻ കാരണം ഇവൾക്ക് കൊല്ലം പറ്റുമെന്ന് പറഞ്ഞ് അവൾ ഇവിടുന്ന് പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവളും ഇവനെ രക്ഷിക്കാതെ എവിടെയും പോകത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഇവനെ സമാനപടം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് കുറച്ചു ദൂരം കഴിഞ്ഞ് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഇവരെല്ലാരും കൂടെ രാജാവിനെ കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ആ സമയത്താണ് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും കൂടെ അവിടേക്ക് വന്നിട്ട് അവരെയൊക്കെ കൊന്നിടും. പക്ഷെ അപ്പോഴാണ് ആ ജീസാന്റെ ആൾക്കാർ കുറെ ഫോഴ്സ് ആയിട്ട് അവിടേക്ക് വരുമ്പം ഇവർക്കെതിരായിട്ട് അവിടെ ജിയോങ്ങും കൂടെ പാചകം ചെയ്യുന്ന എല്ലാരും കൂടെ കാണും. അങ്ങനെ ഇത് കണ്ട് ജീസാന്റെ ആൾക്കാരാണ് ഈ ഒരു കോമാളികളെ കൊണ്ടാണോ ഇവരെതിർക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് അവരൊക്കെ കളിയാക്കിയിരിക്കുമ്പം അവസാനം ഇന്നലെ ജിയോങ് ഗോങ്കിലിനോട് ചോദിച്ച സഹായം വേറൊന്നുമല്ല, ആ സയന്റിസ്റ്റിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതാണ് പരിപാടി. അതുകൊണ്ട് അങ്ങേര് ബോംബായിട്ടൊക്കെ ഇവിടേക്ക് വരുമ്പം ഇവരുടെ ടീം പക്ക മാസായിട്ട് മാറും. അങ്ങനെ അതുകൊണ്ട് ജീസാന്റെ ആൾക്കാരെല്ലാരും കൂടെ അപ്പൊ തന്നെ ഓരോന്നായിട്ട് വീണോയിക്കൊണ്ടിരിക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന ജീസാനാണ് ആ അടിയുടെ ഇടയ്ക്കൂടെ അവൻ ജിയോങ്ങിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവളെ ജീവനോടെ വേണമെങ്കിൽ അവനെ മാത്രം ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് രാജാവും ഇവരാരും കൂടെ വരണ്ടെന്ന് പറഞ്ഞ് അവന് ജിയോനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇതേ സമയം ബാക്കി എല്ലാരും കൂടെ തിരിച്ച് ഈ രാജ്യം കൈപ്പറ്റാൻ വേണ്ടി ആ ജീസാന്റെ ആൾക്കാരെല്ലാം കൊട്ടാരത്തിലേക്ക് ചെന്ന് കൊന്നിടും. അങ്ങനെ ഇതൊക്കെ നടക്കുമ്പോൾ രാജാവിന്റെ രണ്ടാമത്തെ അമ്മയും മകനും കൂടെ അവർ മൊത്തത്തിൽ പേടിച്ചിരിക്കുക. കാരണം അവർക്ക് ഈ രാജ്യം കൺട്രോൾ ചെയ്യുന്ന താല്പര്യമില്ല, സാഹചര്യം കാരണം അവർ പെട്ടുപോയതാ. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് അവർ വെപ്രാളത്തിരിക്കുമ്പം അതേസമയം ഇവിടെ ഗൊങ്കിലാണ് നേരെ മൊക്ചുവിന്റെ മുറിയിലേക്ക് വന്നിട്ട് ഇവളല്ലേ അവന്റെ ചേച്ചി ഒരു കാരണമില്ലാതെ കൊന്നേന്നറിഞ്ഞ് അവന് കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അതോടെ ഇത് മനസ്സിലാക്കുന്ന മൊക്ചു ആണ് അവളെ കൊല്ലാൻ ആരെ കൊണ്ടും പറ്റത്തില്ലെന്നറിഞ്ഞ് അവൾ സ്വയം ഹെയർപിന്നെടുത്ത് അവളെ തന്നെ കുത്തി കൊല്ലുമ്പം ഇത് കാണുന്ന ഗൊങ്കിലും ഇതൊന്നും പോരെന്നറിഞ്ഞ് അവന്റെ ദേഷ്യം ഫുള്ളും ഇവളെ കൊന്നു തീർക്കും. ഹൈനേഷ് ഇവിടെ ആ ജീസാനും ജിയോങ്ങിനെ കെട്ടിയിട്ടേക്കുമ്പോഴാണ് അവിടേക്ക് വന്ന രാജാവും ഇവരെയൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവളൊരു കുപ്പിച്ചിലെടുത്ത് അവളെ കെട്ടിയിട്ടേക്കുന്ന കയറെല്ലാം പൊട്ടിച്ചളഞ്ഞിട്ട്
പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. അപ്പോഴാണ് ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് രാജാവിന്റെ കയ്യിരുന്ന ആ ബുക്കും തറയിൽ വീണ് കാണും. അങ്ങനെ ഇതെടുത്ത് വെച്ച് അവൾ നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ഇതേ സെയിം ബുക്കാണ് അവൾ ആ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തു നോക്കിയെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി ആ ബുക്ക് തന്നെ ഉണ്ടാകുള്ള കാരണം ഇവള് തന്നെയാണ്. കാരണം ഇവളെ കുറിച്ച് ഓർത്തിട്ടാണ് ഇപ്പൊ രാജാവ് ഈ ബുക്ക് എഴുതിയത്. അതുകൊണ്ട് അവൾ വിഷമിച്ച് അപ്പൊ എല്ലാം ഒരു കാരണത്തോടെ നടക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്കെല്ലാം മനസ്സിലാവുമ്പോ തന്നെ ഇവിടെ ജീസാൻ രാജാവിനെ കൊല്ലാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് പെട്ടെന്ന് ഇവനെ രക്ഷിക്കാൻ വേണ്ടി അവൾ ഫ്രണ്ട് എടുത്തിടുമ്പം അവന് വരാം ആ വെട്ടിവിളങ്ങ് വാങ്ങിക്കും. അതോടെ അവനാണ് കരഞ്ഞോണ്ട് ഇവൾ എന്തിനാ സ്വന്തം ജീവൻ കൊടുത്ത് സഹായിക്കാൻ നോക്കിയെന്ന് അവന് വിഷമിച്ച് ആ ജീസാനെ വെട്ടിക്കളയുമ്പോഴാണ് ഇവിടെ അവളാണ് ബോധമില്ലാത്ത അവസ്ഥയെ കിടക്കും. അതുകൊണ്ട് അവനും കരഞ്ഞോണ്ട് ഇവളെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ചോര ആ ബുക്കിനകത്ത് വീണ ഉടനെ പെട്ടെന്ന് ചന്ദ്രനും ചുമന്ന നിറത്തിൽ മാറി ഇവളെ വീണ്ടും ആ ബുക്കിനകത്ത് വലിച്ചെടുത്തോണ്ടാവും. അങ്ങനെ ഇത് കണ്ട് അവനും ഇവളെ ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുമ്പം അവൾക്ക് ഇനി കാണണം തോന്നിയാലും ഇവനെ കാണാൻ പറ്റത്തില്ലെന്ന് വിഷമിച്ച് അവൾ ഫ്യൂച്ചറിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ അതോടെ ഇവനാണ് അവളെ ഓർത്ത് ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇനി എങ്ങനെ ഇവളെ കാണുമെന്ന് അറിഞ്ഞ് അവനും കുറെ സങ്കടത്തി തീർച്ചയായിട്ടും ഇവളെ കണ്ടെത്തി വരുമെന്ന് അറിഞ്ഞിരിക്കുമ്പം പറയുന്ന ആ ജീസാനാണ് വീണ്ടും ഇവനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവനുള്ള ദേഷ്യത്തിൽ ഒരു വാളെടുത്ത് ആ ജീസാനെ കുത്തിക്കൊല്ലും. അതേസമയം ആ ബുക്കിൽ നിന്ന് ഒരൊറ്റ പേപ്പർ മാത്രം ഇവന്റെ കൈ കാണും. ഇതേസമയം ഫ്യൂച്ചറിലേക്ക് വന്ന് ജിയോങ്ങാണ് കണ്ണോർന്ന് നോക്കുമ്പോൾ ഇവളാണ് ഇത്രയും ദിവസം കോമയിലായിരിക്കും ഇരുന്നത്. അങ്ങനെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇവളും രാജാവിനെല്ലാം പറ്റിക്കണമെന്ന് അറിഞ്ഞ് അവനോട് വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവൾക്ക് ബോധം വന്നുകൊണ്ട് അവളുടെ അച്ഛനാണ് കരഞ്ഞോണ്ട് ഇവളുടെ അടുത്തേക്ക് വരുമ്പം ഇവൾക്ക് ഇവളുടെ അച്ഛനെ കണ്ടതി സന്തോഷമാണ്. അങ്ങനെ അതിനുശേഷം ഡിസ്ചാർജ് ആയി തിരിച്ച് ഇവള് വീട്ടിലേക്ക് പോകുമ്പം എല്ലാം ഓക്കെ ആണെങ്കിലും രാജാവിന്റെ അവസ്ഥ എന്തുമായിരിക്കും എന്നറിഞ്ഞ് അവൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ അവൻ അന്ന് ജീസാന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടില്ലെന്ന് അവൾ തപ്പി നോക്കുമ്പോഴാണ് മുമ്പത്തെ പോലെ രാജാവ് മരിച്ചതായിട്ട് എഴുതാതെ അവസാന നിമിഷം രാജാവിനെ കാണാനില്ലെന്നറിഞ്ഞ് അതിനകത്ത് എഴുതിയിട്ടേക്കും. അങ്ങനെ അവൻ എവിടെയൊക്കെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഇത് വായിച്ചു നോക്കി അവളാണ് സങ്കടത്തി അവൻ എന്ത് പറ്റി കാണുമെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് പാസ്റ്റിലേക്ക് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ വീണ്ടും അവൾ ബുക്ക് എടുത്ത് ആ ഡയലോഗ് വായിച്ചു നോക്കുമ്പോഴാണ് ഇപ്പൊ ഇവളെ കൊണ്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളാണ് വിഷമിച്ച് അന്നത്തെ പോലെ വാഷ്റൂമിൽ വെച്ചെല്ലാം ഇത് വായിക്കുവാണെങ്കിൽ പോകുമെന്ന് അവൾ വീണ്ടും അവിടെ ചെന്നൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ ബുക്ക് ഇവൾ എങ്ങോട്ടേക്കും കൊണ്ടുപോകത്തില്ല. അതോടെ അവളും മൊത്തത്തിൽ തകർന്നു പോകും. അങ്ങനെ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഇവിടെ ജിയോങ്ങിനാണ് അവൾക്ക് പരിചയമുള്ള ഒരു സീനിയർ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇവളെ ജോലി ചെയ്യാൻ വേണ്ടി വിളിക്കും. പക്ഷെ അവളാണ് ഇപ്പൊ ജോലി ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവള് പറ്റത്തില്ലെന്ന് പറയുമ്പം സീനിയറാണ് ഇവൾക്ക് സ്ഥിരം ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും വെറും ഒരു മാസം മാത്രം ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ആളില്ലാത്തോണ്ട് ഇവളിപ്പോ ചേർന്നില്ല. പിന്നെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഈ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടെന്ന് പറയുമ്പം ജിയോങ് ആണ് ഒരു സഹായമായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവളാദ്യം കിച്ചൺ നോക്കാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവിടെ ചെന്ന് അവൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവൾക്കെല്ലാം ഓക്കെ ആയിട്ട് തോന്നും. അങ്ങനെ അതിനുശേഷം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇവൾ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവള് മൊത്തത്തിൽ ഷോക്കാന്ന പോലെ രാജാവിന്റെ കിച്ചണിൽ ജോലി ചെയ്ത് എല്ലാരും കൂടെ ഇവിടെ കാണും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഇത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേന്ന് പറഞ്ഞ് അവൾ ഓരോരുത്തരും വിളിച്ച് അവസാനം ഗിൽഗൂമിനൊക്കെ വിളിക്കുമ്പം ഇതേക്കുന്ന ഗിൽഗൂമും അവളുടെ പേര് ഗിൽഗൂം ഒന്നല്ല വേറെയാന്ന് പറഞ്ഞ് ഇവരെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്ന ഇവരെല്ലാം അവിടെ വെച്ച കണ്ട അതേ വ്യക്തികളല്ലെങ്കിലും സെയിം ഫേസ് ഉള്ള ഇവളുടെ കൂട്ടുകാർ തന്നെയാണെന്ന്. അങ്ങനെ ഇവർക്കൊന്നും ഓർമ്മയില്ലെങ്കിലും അവൾക്ക് ഇവരെ കണ്ടത് സന്തോഷമാണ്. അങ്ങനെ അതിനുശേഷം ഇവളുടെ പാചകം അവിടെ ക്ലിക്കായി അവിടെ വരുന്ന എല്ലാരും കൂടെ ഇവൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൾ മൊത്തത്തിൽ ഫേമസ് ആയി എന്നും കൂടെ പറയാം. അപ്പോഴാണ് ഒരു ദിവസം അവിടേക്ക് ഒരു ജഡ്ജാണ് കഴിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഈ ജഡ്ജ് വേറെ ആരുമല്ല രാജാവിന്റെ ചീഫ് സെക്രട്ടറി ആണ്. അങ്ങനെ അയാളും ജിയോങ് ഉണ്ടാക്കി തന്ന ഫുഡ് കഴിച്ചു നോക്കാതെ ഇതൊന്നും കൊള്ളത്തില്ലെന്ന് പറയുമ്പം ഇതറിയാൻ വരുന്ന ജിയോങ് ആണ് വീണ്ടും ആ ഫുഡ് എടുത്തോണ്ട് നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവളും കഴിച്ചു നോക്കാതെ ഇതെങ്ങനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെന്ന് അവൾ ചോദ്യം ചെയ്യുമ്പം ഇത് കേട്ട് അയാളാണ് കഴിച്ചു നോക്കിയില്ലേലും കണ്ടപ്പോ തന്നെ മനസ്സിലായി ഈ ഫുഡിന് ഒരു ടേസ്റ്റ് ഇല്ലെന്ന്. അന്നത്തെ പോലെ തന്നെ സെയിം വർത്തമാനം തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഇത് കേട്ട് അവളും നിനക്ക് ഇപ്പോഴും അപ്പോഴും ഒരു മാറ്റമില്ലെന്ന് പറഞ്ഞ് അവളിങ്ങനെ ദേഷ്യത്തിരിക്കുമ്പം പുറയെന്ന് രാജാവിന്റെ ശബ്ദമാണ് കേൾക്കും. ഫുഡ് വേണേ അവൻ വേണേ ടേസ്റ്റ് ചെയ്ത് അതെങ്ങനെയുണ്ടെന്ന് പറയാന്ന്. അങ്ങനെ ഇത് കേട്ട് അവളാണെ മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റാതെ അവനെ നോക്കുമ്പം യഥാർത്ഥത്തിൽ രാജാവ് തന്നെയാണ് ഇവളുടെ ഫ്രണ്ട് നിൽക്കുന്നത്. കാരണം അവനും ആ ഒറ്റ പേപ്പറും കൊണ്ട് എങ്ങനെയോ ഇവളെ പോലെ തന്നെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടേക്ക് വന്ന്. അതേസമയം ചീഫ് സെക്രട്ടറി ഈ കാലഘട്ടത്തെ ജഡ്ജ് ആയതുകൊണ്ട് ഇവൻ ആരാന്നൊക്കെ ചോദിക്കുമ്പം ഇതേക്കുന്ന രാജാവും അവനെ ചോദ്യം ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ വാളെടുത്ത് ഇവന് വെട്ടി കളയാൻ പോകുന്ന പറയും. അപ്പോഴാണ് സെക്രട്ടറിയാണ് പേടിച്ചിട്ട് ഇവനെന്ത് വട്ടായെന്ന് പറഞ്ഞ് അയാൾ നൈസിന് അവിടെ നിന്ന് മുങ്ങും. അപ്പോഴാണ് ഇതെല്ലാം കേൾക്കുന്ന ജിയോങ് ആണ് സത്യത്തിൽ നിങ്ങളാണ് രാജാവ് എന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം അവനാണ് സന്തോഷത്തിൽ ഇവൾക്ക് വാക്ക് കൊടുത്ത പോലെ ഇവളെ അന്വേഷിച്ച് തീർച്ചയായിട്ടും വന്നില്ലെന്ന് അവനും പറയുമ്പോ തന്നെ അവളും അത് ഇമോഷണലായി ഇവൻ ആഹാരം കഴിച്ചോൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവളില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കുന്നതെന്ന് അവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പം പെട്ടെന്ന് അവളാണ് പുറയുന്ന വന്ന് ഇവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവനും റൊമാൻറ്റിക് ആയിട്ട് ഇവളെ കിസ് ചെയ്യുമ്പം ഇത് കണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാരും കൂടെ ഷൈ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. കൂടാതെ ഇന്നലെ വന്ന ജഡ്ജ് എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറിയും സത്യത്തിൽ ജഡ്ജൊന്നുമില്ല, അയാളൊരു ഫ്രോഡായിരുന്നു. അതുകൊണ്ട് ഇതറിഞ്ഞ് അവളും ദേഷ്യത്തി അവൻ ഇവളുടെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോന്ന് ആ ദേഷ്യത്തി രാജ
രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പം അവനാണ് ഇവൾ കഴിക്കാൻ വേണ്ടി ആദ്യം ഇവൾ ഉണ്ടാക്കി തന്ന ഫുഡ് എടുത്ത് കൊടുക്കും. അപ്പോഴാണ് അത് കാണുന്ന അവളും ഇത് സാധാ അന്നുണ്ടാക്കിയ ചോറല്ലേന്ന് പറയുമ്പം ഇതേക്കുന്നവനും സാധാ അന്നുണ്ടാക്കിയ ചോറോ, ഇത് രാജാവ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ചോളാം എന്നിന് അവനും പറയുമ്പം അവളാണ് ചുമ്മാ അറിഞ്ഞെന്നറിഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഇവൾ ആദ്യം വാരി കൊടുത്ത പോലെ ഇവൾക്ക് തിരിച്ച് വാരി കൊടുക്കുന്നത്. അങ്ങനെ ഇവ രണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതോടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഈ ഡ്രാമ എത്ര ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിൽ പറയുക. ഇനി ഇതേപോലെ ഒരു കിടിലൻ ഡ്രാമയിൽ നമ്മൾ വീണ്ടും കാണാം.